ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ എല്ലാവരുടെ പേരൊന്ന് പറയണേ. എനിക്ക് ഞാൻ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഇതിടുമ്പോൾ അതിൽ ഞാൻ അയാളുടെ പേരിട്ട് കളിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഡാർക്കർ, എക്സ്ട്രാ ലോക്സ്, നൈറ്റ്മെയർ, മ്യൂസിക് ഇട്ട് കളിക്കാം. മ്യൂസിക് ഇടാത്തത് ഞാൻ പറയുന്നെങ്കിൽ ക്രീക്കിംഗ് ആയിട്ടേ കേൾക്കത്തുള്ളൂ. ഹൈ ഇട്ടാൽ നമുക്ക് ഓടാൻ അധികം പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്. ലോ തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ ഈസിയിലാണ് കളിക്കുന്നത്. കണ്ടില്ലേ, ഈസിയിലാണ് കളിക്കണേ. അപ്പോൾ നമ്മൾ കളിയിലേക്ക് പോവാം. ഞാൻ വെച്ച് നീട്ടുന്നില്ല. ചിലപ്പോൾ ഇതിൽ 5 ഡേയ്സും കാണാൻ ചാൻസ് ഇല്ല. ഞാൻ ചിലപ്പോൾ 3 വെച്ച് നിർത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫുൾ കാണുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് ലോഡിങ് ആവണതേ ഉള്ളൂ. ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് എന്താണെന്നറിയാമോ? നമ്മൾ കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നുണ്ട്. ഞാൻ ബെഡിൽ നിന്ന് എണീറ്റു. സെൻസിറ്റീവ് ഫുള്ളാണ് ഇട്ടിക്കണം. എനിക്ക് ഫുള്ളിട്ട് കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഫുള്ളിട്ടു. എനിക്ക് എങ്ങനെയാണ് എടുക്കണമെന്ന് എനിക്കറിയില്ല. തെറ്റാലടിച്ചിരുന്നോ? തുടക്കമായത് കൊണ്ട് ഗ്രാനി ഈ റൂമിലൊന്നും വരില്ല എന്ന് വിശ്വസിച്ചാണ് ഞാൻ പോണത്. എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് മുന്നിൽ കയറി. ഡേ 2 ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും പെട്ടെന്ന് തീർന്നെങ്കിൽ ബാക്കി ഡേയ്സ് ഒക്കെ ഞാൻ വെറും നൂബാണ് ഗൈസ്. പിന്നെ ട്രിക്സ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ഇതിൽ കുറെ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല, അധികം എനിക്കറിയില്ല. പക്ഷെ ബാക്കിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ കൂടുതലും എൻ്റെ കൂട്ടുകാരന്മാര് ആണ് പറഞ്ഞു തന്നത് ട്രിക്സ് ഒക്കെ. ആദ്യം ഞാനിത് കളിക്കില്ലായിരുന്നു. പിന്നെ യൂട്യൂബിലിടെ അടിപൊളി കണ്ടാ എന്ന് പറഞ്ഞപ്പോ അയ്യോ ദേ പറഞ്ഞു എന്തിനടാ അവരെ മുന്നിൽ തന്നെ കയറി കൊടുത്തത്? നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസ് കളിക്കാം. പക്ഷെ അത് 200 MB കൂടാൻ പാടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു 150-200 MB അത്രേ പാടുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് സീക്രട്ട് റൂംസ് ഉണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല ഗൈസ്. അങ്ങോട്ട് പോകാതിരിക്കുമ്പോ അങ്ങോട്ട് വരും അവര്. പിന്നെ ഇത് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, ലീവ് ദിസ് ഹൗസ്. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നാണ് അവർ പറയുന്നത്. ഹലോ, അവരെവിടെയോ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിനാണ് അതിന്റെ ഒരു കളി. ഇവിടെ എവിടെയോ ഒരു കുന്തമുണ്ട്. അതായിട്ട് തുറക്കുമ്പോ ഒരു പാവയെ കിട്ടും. ഈ ചെടി എന്തിനാണെന്ന് അറിയില്ല. ചെടി അവരെ മുമ്പ് ഇട്ട് കൊടുക്കാനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എവിടെ ഗൈസ് അവര്? പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അടിപൊളി ഗെയിംസ് അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരിക. ഞാൻ എടുക്കുന്നതായിരിക്കും. അതുപോലുള്ള ഗെയിംസ് എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഹൊറർ ഗെയിംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. പിന്നെ മൾട്ടിപ്ലെയർ ഗെയിംസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി കളിക്കുന്ന ഗെയിംസിനെ പറ്റി ഇടാം. അവര് പോകുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണേ. അവർക്ക് സംശയമുണ്ട് ഞാൻ ഇവിടെ ഉണ്ടോ എന്ന്. അതുകൊണ്ടാണ് അവർ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഗ്രാനിയുടെ മൾട്ടിപ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ.
എന്താ ഇവര് പോവാത്തേ? എന്റെ മനസ്സ് മടുത്തിട്ട് ഇറങ്ങി വരുമെന്ന് വെച്ചിട്ടാണോ? അങ്ങനെ ഞാൻ ഇറങ്ങി വരത്തില്ല. എങ്ങനെയെങ്കിലും അവരൊന്ന് പോയി കിട്ടിയ താഴെ ഇറങ്ങായിരുന്നു. ചെടി എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്ത് ഇവരെ മുന്നിട്ട് എടി ഇട്ട് കൊടുക്കാനായിരുന്നു എന്റെ പ്ലാന്. പ്ലാനൊക്കെ അവർ കണ്ടുപിടിച്ചു. പേടിച്ചിട്ടാണ് ബാക്കി വരുന്നത്. ഒന്ന് വാടോ വാടോ വാടോ, പേടിച്ചിട്ടാടോ, ഞാൻ പേടിച്ചിട്ടാടോ, ഒന്ന് പുറത്തു പോടോ. എനിക്ക് പേടിയാടോ, ഞാൻ നമ്മുടെ ഇഷ്ടം കൂടാൻ കാണാൻ ഇഷ്ടം. അവരെന്നെ കണ്ടുപിടിക്കുവോ? ചുമരിന്റെ അകത്തൂടെയാണ് ഇത് പറഞ്ഞത്. ഞാൻ ഇരിക്കുന്നത് ഒരു റൂമിലാണ്, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട്. അതുകൊണ്ട് ഇവരിങ്ങനെ പെട്ടെന്ന് വരുമ്പോ എനിക്ക് ചെറിയ പേടിയാവും. മുന്നേറി കൊടുത്താലാ? എനിക്ക് വയ്യ, ഇവരിങ്ങനെ വന്ന് നിക്കണം, എനിക്ക് വയ്യ. അടിപൊളി പോവാൻ പറ്റുമോ? ഇങ്ങനെയാണ് അവര് നിന്നത്. ഇങ്ങനെ മനസ്സ് മടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഇറങ്ങി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നത്. ഞാൻ പ്രതിഷേധിക്കും. എത്തിയാ? ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു വീഡിയോക്ക് 11 മിനിറ്റ് ഉണ്ടോ ഇതുണ്ടായിരുന്നു. കളിച്ചതില് 11 മിനിറ്റ്. ഇത് എല്ലാം കൂടി ചേർത്ത് എത്ര മിനിറ്റ് ആയെന്ന് എനിക്കറിയില്ല. നോക്കാം. വെറും 7 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 4 days ആയി. മറ്റേതിലും 4 days എന്തോ ആയപ്പോ തന്നെ നല്ല ടൈമായി. അവര് വന്നു. എനിക്ക് ഇപ്പോഴാണ് മണി എങ്ങനെയാണ് അടിക്കണേന്ന് അറിയാൻ പറ്റിയത്. അവിടെ ഒരു നൂലുണ്ട്. ആ നൂല് വഴിയാണ് ഇതിങ്ങനെ ആവുമ്പോ ഞാൻ പെടൂലെന്നും പറഞ്ഞാണ് തുറന്നു കൊടുത്തത്. അവിടെ കെണിയിട്ടവര്. ലാസ്റ്റ് ഡേ ഓഫ് മൈ. അപ്പൊ നമുക്ക് പോവാം. രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. അയ്യോ, രക്ഷപ്പെടൂ ഗൈസ്, ഞാൻ രക്ഷപ്പെടൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഇട്ട വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് അതിന് 21 വ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അതും കൂടി ഒന്ന് കാണുക. പെട്ടു പെട്ടു പെട്ടു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കെണി വീണത് കഷ്ടകാലത്തിന്. അവരേതോ റൂം തുറന്നു ഗൈസ്. അതിൽ കൂടി വരുന്നുണ്ട്. കൂടെ പോവാൻ നോക്കാം. അവരിവിടെ നിൽക്കുന്നു ഗൈസ്. ഇപ്പൊ ഞാൻ തുറന്നു കൊടുത്ത ഞാൻ തീന്നു. അതിനെന്തിനും കെണിയിട്ട് അതിന് ദിവസങ്ങളില്ല, ഡേയ്സ് ഇല്ലേ? എന്തു ജീവിതം. ഇപ്പൊ എന്നെ തള്ളിയിടുന്നു. അയ്യോ, എന്നെ തള്ളിയിട്ടല്ലേ അമ്മച്ചി. ഇതോ അവിടെ ഒരു താക്കോൽ ഇരിപ്പുണ്ട്. അത് എന്തിന്റെ താക്കോലാണെന്ന് എനിക്കറിയില്ല. അവിടെ എങ്ങനെ പോകണ്ടേന്ന് അറിയില്ല. ബൈ. അവിടെ കെണിയിട്ട് ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത്. സാറേ, അവിടെ കെണിയിട്ടത് അതിന് തന്നെ. എന്നെ വീഴുമ്പോ തലയിടിച്ച് വീഴാം, മരിക്കാം അതിന് തന്നെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിയുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. ഗ്രാനിയുടെ വക വേറൊരു ബൈ ബൈ.